നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ഫൈബർ എന്ന കമ്പനി മിനി യു പി എസ് ആണ്. ഇന്ന് ചെറിയൊരു ടെക് വീഡിയോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ 10 മാസമായിട്ട് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് വരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൂടെ ഉപകാരപ്പെട്ടതെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫൈബർ എന്ന കമ്പനി മിനി യു പി എസ് ആണ്. ഇതിന് ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെല്ലാവരും ഈ വൈഫൈ മോഡം യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ മോഡത്തിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു മിനി യു പി എസ്. കാരണം നമുക്ക് ഒരു യു പി എസ് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. ഒരു 15,000-20,000 രൂപയൊക്കെ വേണം. അപ്പോൾ ഈ ഒരു നിസ്സാര വിലയ്ക്ക്, അതായത് ഇതിന് വില 1260 രൂപയാണ്. ഈ ഒരു വിലയ്ക്ക് നമ്മുടെ മോഡത്തിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസാണ്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് ഏകദേശം 4 മണിക്കൂറാണ് പറയുന്നത്. എങ്കിലും നമുക്കൊരു 4.5 മണിക്കൂറോളം ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഉപകാരപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഈ ഒരു ഡിവൈസ് പരിചയപ്പെടുത്തുന്ന കരുതുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുവാണ്. ഓൾറെഡി ഞാൻ നേരത്തെ പൊട്ടി ചെയ്ത് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പാക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളത് കാണിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒന്നുകൂടെ കാണിക്കുന്നത്. ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബോക്സിൻ്റെ പുറത്തൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ട്. അതൊക്കെ 12 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളെല്ലാം നമുക്ക് ഇതിൽ ഈ ഒരു മിനി യു പി എസിൽ സപ്പോർട്ട് ചെയ്യും. അതിന് വാട്ടർ കൂളറുകൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യരുത്. മെയിനായിട്ട് നമ്മൾ വൈഫൈ മോഡം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഏറ്റവും നല്ലത്. ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. മറ്റുള്ള കാരണം ഡിവൈസൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ മിനി യു പി എസ്, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1, 2, 3 ടൈപ്പ് കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കേബിളൊക്കെ ഞാനിത് കാണിക്കാം. നമ്മളിപ്പോൾ കവർ മാറ്റിയപ്പോൾ ഇതാണ് നമ്മുടെ മിനി യു പി എസ്. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു പവർ ബാങ്കിൻ്റെ അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഭിത്തിയിൽ തൂക്കിയിടുകയോ അല്ലെങ്കിൽ നമുക്ക് ടേബിളിന് പുറത്തോ എവിടെ വേണമെങ്കിലും വെക്കാം. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ വൈഫൈ മോഡം. ഇപ്പോൾ ഇതിന് കൂടുതലുള്ള കേബിളുകൾ ഞാൻ കാണിക്കാം. ഈ 1, 2, 3 ടൈപ്പ് കേബിളാണ് ഇതിൻ്റെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കേബിൾ നമുക്ക് വേണ്ട കേബിൾ ഈ ഒരു കേബിളാണ്. പിന്നെ നമ്മുടെ CCTV ക്യാമറയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് കേബിളാണ് ഇത്. പിന്നെ വേറൊരു കേബിളോട് ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു കേബിളല്ല, നമ്മൾ ആദ്യം ഞാൻ കാണിച്ചില്ല ആ കേബിളാണ്. അത് ഈ ഒരു കേബിളാണ് നമുക്ക് മോഡത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഈ ഒരു ചെറിയ ടെക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലേ, റൂട്ടറിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ് ഇത്. നമുക്ക് കറണ്ടിൽ കുത്തുക, നമ്മളൊന്ന് പ്ലഗ് ചെയ്യും. ഇത് പ്ലഗ് ചെയ്തതിന് ശേഷം ഈ കേബിൾ നമ്മുടെ ഇതിൻ്റെ ഞാൻ കാണുന്നുണ്ടോ ഇവിടെ ഇന്നിൽ നമ്മൾ പ്ലഗ് ചെയ്യുക. നമ്മുടെ ഈ കേബിള്, ഈ ഒരു കേബിള് നമ്മളിതിൻ്റെ ഔട്ടിൽ കൊടുക്കുക. ഇതിപ്പം ചാർജിങ് ആയിക്കൊണ്ടിരിക്കുക, നമുക്ക് കാണാൻ പറ്റും. ഇത് ഫുൾ ഗ്രീൻ കത്തി നിൽക്കുമ്പോഴത്തേക്കിന് ഇത് ഫുൾ ചാർജാണ്. ഇതിനകത്ത് വേറെ ലൈറ്റ് അതായത് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ അറ്റം എടുക്കുക. ഈ അറ്റം നമ്മുടെ ഇവിടെ ഇന്നി കൊടുക്കുക. ഇത് ഓൺ ചെയ്യും. നമ്മുടെ മോഡം ഓൺ ആയിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ. ജസ്റ്റ് കുറച്ച് ഇപ്പോഴത്തെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ ഒരു ഇതുണ്ട്, ഇത് ഓണും ഓഫ് സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ ഈ ഓണും ഓഫും നമ്മൾ ഇപ്പോൾ ഓഫ് ആക്കിയിട്ടേക്കുക. ഓൺ ആക്കിയിടുമ്പോഴാണ് ഇത് പവർ ബാങ്ക് പോലെ, അതായത് UPS പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കറണ്ടില്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓഫ് ആക്കിയിട്ടേക്കും. ഞാൻ അതുപോലെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൺ ആക്കിയിട്ട് ഇവിടെ ഓഫ് ചെയ്യും. ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തേക്കുക. ഇപ്പോൾ ഇപ്പം കളർ മാറിയില്ല. ഇപ്പം ഒരു ബ്രൗൺ കളർ ഇൻഡിക്കേറ്ററാണ് കാണിക്കുന്നത്. അതായത് ഇതിപ്പോൾ നമ്മൾ ഈ ബാറ്ററിയിലെ പവറിലാണ് നമ്മുടെ മോഡം ഓൺ ആയിരിക്കുന്നത്. നമ്മൾ വീട്ടിലിരുന്ന് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ടൊക്കെ പോകുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വൈഫൈ കട്ടായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറോ മറ്റുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡിവൈസ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ ഈ വീഡിയോ തന്നെ വന്നിട്ടുണ്ട്. ഒരു മിനി യു പി എസ് നമ്മുടെ 12 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന മോഡത്തിന് വേണ്ടിയുള്ളതാണ്.
അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 1260 രൂപയാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബ്രാൻഡ് ഉള്ളവർക്ക് വീഗാർഡിനൊക്കെ വാങ്ങിക്കാൻ പറ്റും. വീഗാർഡിനൊക്കെ 1600 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. പല കമ്പനികളുടെയും മിനി UPS അവൈലബിൾ ആണ്. തൊട്ടടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി തിരക്കുക, അവിടെ ഉണ്ടെങ്കിൽ അവിടെ വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ പർച്ചേസ് നിങ്ങൾ ഓൺലൈനിൽ കൂടെ വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടെക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. യൂട്യൂബിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്ന നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതുന്നു. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുപിടാം. ദിസ് ഈസ്